എറണാകുളം മരടിൽ പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ അതിഥി തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്നിടത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി. ഇതോടെ ഒരു പ്രദേശം മുഴുവൻ വലിയ ദുരിതമാണ് നേരിടുന്നത്. വേലിയേറ്റ സമയത്ത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ വീടുകളിലേക്ക് കയറും. വെള്ളം ഇറങ്ങിയാൽ ആ മാലിന്യം മുഴുവൻ അവിടെ കുന്നുകൂടി കിടക്കും. പകർച്ചവ്യാധികൾ മൂലം നിരന്തരം കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് നേരെ അധികൃതരും കണ്ണടയ്ക്കുകയാണ്. പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഫോറം മാളിന് പിന്നിലായി താമസിക്കുന്ന ആളുകളുടെ ദുരിതമാണിത്. 600ഓളം നിർമ്മാണ തൊഴിലാളികളെയാണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ താൽക്കാലിക സംവിധാനമുണ്ടാക്കി പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മാലിന്യം മുഴുവൻ തോട്ടിലേക്ക് ഒഴുക്കിവിടും. തോടിന്റെ ഒരു വശം പ്രസ്റ്റീജ് അധികൃതർ തന്നെ കെട്ടിയടച്ച് സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞതോടെ തോട് കവിഞ്ഞ് സമീപത്തുള്ള വീടുകളിലേക്ക് മലിനജലം കയറുന്ന അവസ്ഥയിലായി. ഇതിനെക്കുറിച്ച് മുനിസിപ്പാലിറ്റിക്ക് യാതൊരു ധാരണയുമില്ല, ഉദ്യോഗസ്ഥർക്ക് യാതൊരു ധാരണയുമില്ല. കാരണം ഇവരാരും ഇത് കണ്ടിട്ടില്ല. കാരണം അവർ സന്ദർശിക്കാൻ വരുമ്പോൾ ഈ കമ്പനി തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടേ കാണിച്ചിട്ട് അവരെ പറ്റിച്ചു വിടുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവർ മറ്റു മാർഗങ്ങളിലൂടെ അവരെ സ്വാധീനിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മേളിലുള്ളവർ വെച്ച് സ്വാധീനിക്കുന്ന അവസ്ഥ. പ്രധാനമായിട്ടുള്ളത് ഇവിടുത്തെ ക്യാമ്പ് അനധികൃതമായ ക്യാമ്പാണ്. അവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ക്രിമിനലുകളാ, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എവിടെ നിന്നോ ആർക്കും അറിയാത്ത അവസ്ഥയാണ്. അതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. ഈ ക്യാമ്പ് ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. മലിനജലം മൂലം സമീപവാസികൾക്ക് ജീവിക്കാൻ പറ്റാതെയായി. മൂക്കുപൊത്താതെ അവിടേക്ക് കയറി ചെല്ലാനാകില്ല. കുടിവെള്ള ടാങ്കുകൾ പോലും മലിനജലം നിറഞ്ഞ് ഉപയോഗശൂന്യമായി. അസുഖമൊഴിയാത്ത നാളുകളില്ല. പകർച്ചവ്യാധി ഭീഷണിയിലാണ് ഒരു നാട് മുഴുവൻ. മാലിന്യം വെള്ളം കയറിയിട്ടില്ലേ, ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടായില്ല ചവിട്ടാനൊന്നും. എന്നിട്ട് മറ്റേ ഷൂ ഇട്ടാണ്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ നടന്നേച്ചത്, പുറത്തോട്ട് ഇറങ്ങാതെ. എത്ര ദിവസം കെട്ടിക്കിടന്നെന്നറിയാം. പിന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പറിനോട് കുറേ പറഞ്ഞാണ് ഈ സാധനം അടിച്ച് ഞങ്ങൾക്ക് തന്നത്. എന്നേ പിന്നെയാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാനുള്ള പരിസരത്ത് മുഴുവനും കംപ്ലീറ്റും മുങ്ങിക്കിടക്കാൻ വെള്ളം കയറിയിട്ട് അത്ര മെനകേടായിരുന്നു. കരി പോലത്തെ വെള്ളമാണ് ഈ കയറണത്, കരിക്കട്ട കളർ. മണം കൊണ്ടിട്ടാണെങ്കിൽ ഇരിക്കാനും പറ്റാല്ല, ഭയങ്കര മണമായിരുന്നു ആ വെള്ളത്തിന്. ശരിക്കും പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട്. കിണറ്റിലെ വെള്ളമെങ്കിൽ ചീത്തയായി ഞങ്ങളുടെ. ആ കിണറ്റിലെ വെള്ളമെങ്കിൽ വേറെ കളറായിപ്പോയി ആ വെള്ളം കയറിയിട്ട്. അത്ര ബുദ്ധിമുട്ട് ഞങ്ങൾ ഇപ്പോൾ കുറച്ചിടെയായിട്ട് സഹിച്ചിരിക്കണേ, ഈ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട്. കഴിഞ്ഞ മഴക്കാലത്ത് ഡെങ്കിപ്പനി ബാധിക്കാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവരെ എതിർത്ത് സംസാരിക്കാൻ നമ്മുടെ ഇവിടെ ആളില്ല. ഞങ്ങൾ പലവട്ടം പല പ്രാവശ്യം ഈ വീട്ടുകാരനും ഈ വീട്ടുകാരൊക്കെ കൂടി ഞങ്ങൾ ചെന്നതാണ്. ഒരാളും ഒരിക്കലും നേരെ സംസാരിക്കണില്ല. വെള്ളക്കെട്ടിന് പരിഹാരമായി പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഫോറം മാളിനകത്തുകൂടി പോകുന്ന കാന പരിശോധിച്ച് തടസ്സങ്ങൾ നീക്കണമെന്നാണ് ആവശ്യം. പരമ്പരാഗതമായി നീരൊഴുകുന്ന തോടുകൾ കയ്യേറി അടച്ചതും പുനഃപരിശോധിക്കണമെന്ന ആവശ്യമുണ്ട്. നാട്ടുകാരുടെ നിരന്തരമായ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും നിർമ്മാണ തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ അവിടെ നിന്നും മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 കൊച്ചി.